illuminate team spirit. A very warm good morning to one and all who present here. We are all gathered here today for our annual Sports Meet Sportia 2K25 that is going to fill every one of us with power, self-confidence and of course winning spirit. Let's start with prayer. I invite school choir team for the prayer. Thank you, team. An ideal of knowledge, experience, and inspiration to all of us. I welcome our respected school principal, Srimati Adra Baju, to welcome our honorable chief guests and respected dignitaries. നമസ്കാരം. നമ്മുടെ 2025 യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് ഡേ ഇന്ന് വലിയ മഴയായിട്ട് പോയി, എന്നാലും നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന നമ്മുടെ ക്ഷണിച്ചിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ പദ്ധതി. ആദ്യമായി നമ്മുടെ സെൻറ് ജോർജ് പബ്ലിക് സ്കൂൾ ഡിഗ്രിയുടെ മാറ്റക്കുറിച്ച് വിദ്യാർത്ഥിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ടീച്ചറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്പോർട്സ് കോർഡിനേറ്റർ ശ്രീമതി സുജാത ടീച്ചറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹപ്രവർത്തകർ, അധ്യാപകർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പറ്റുന്നു. നമസ്കാരം. Thank you, ma'am. Sporting is a fantastic way to boost energy and improve coordination. It's a beautiful combination of rhythm, grace, and expression. Let's hear a massive round of applause for the team. I welcome the dance leading team. Great performance by our little singers and hope it was a phenomenal for you to both us. Thank you all. Now it's time to distribute the flag. I invite Reverend Father Socialist Dido to do this. First, I invite Master Trevor K, school captain, to collect the school flag. Your teachers, your friends. A very good morning, sir. Good morning. Good morning, darling. Good morning. കേൾക്കുന്നില്ല. ഓക്കെ ഗുഡ് മോർണിംഗ്. Okay. So what is the importance of today's day? Never നമ്മൾ celebrate ചെയ്യുന്നു. Annual sports day. Today is your annual sports day. And what is the importance of sports? എന്തിനുള്ള sports? Or why do you come to school? What is the importance of education? ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ്
അല്പസമയം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Why we come to school? പറയാമോ? എന്തിനു വേണ്ടിയാ സ്കൂളിൽ വരുന്നത്? പഠിക്കാനില്ലേ? അവിടെ ഒരു മോൻ പഠിക്കാനില്ലേ? പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. നിങ്ങൾക്ക് എന്താവാനാണ്, എന്താവാൻ ആഗ്രഹം? ഇതിൽ എത്ര പേർക്ക് ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു സോൾജിയർ ആവാൻ ഇഷ്ടമാണ്? ആർമി ജോയിൻ ചെയ്യാൻ ഇഷ്ടമാണ്? How many of you would like to be a policeman or a soldier? നേരത്തെ കുറച്ച് പേർക്ക്. ഓക്കെ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, എന്താണ് ഞാൻ വലുതായിട്ട് പോയി ആകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സ്പോർട്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്പോർട്സ് ഷുഡ് ബി ദ പാർട്ട് ഓഫ് യുവർ ലൈഫ്. യു ഷുഡ് സ്റ്റാർട്ട് ട്രെയിനിങ് ഫ്രം എ യങ് ഏജ്. നമ്മൾ കുറച്ച് പ്രായത്തിലെ മുതൽ തന്നെ എക്സസൈസ് ചെയ്യണം. പ്രത്യേകിച്ച് ആരോഗ്യസ് ഒക്കെ ചെയ്യും. നിങ്ങളുടെ ഒരു വൈബിലെത്തിയ നിങ്ങളുടെ ഒരു കാലഘട്ടത്തിലെത്തിയ പാട്ടുകളാണ് ഫിഫ വേൾഡ് കപ്പിലെ ശക്തിനായ പാട്ടും ആഫ്രിക്കയും ഷേപ്പ് ഓഫ് എ ബോഡി എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ പാടി നിങ്ങളിപ്പോൾ ആരോഗ്യസ് ചെയ്തു. അതൊക്കെ വളരെ നല്ലതാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സ് ഇസ് ആൻ ഇന്റേണൽ പാർട്ട് ഓഫ് എ ലൈഫ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു 7-8 മണിക്കൂർ സ്കൂളിൽ ചെലവിടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള പ്രശ്നം എന്താണ്? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നിൽ ഹോംവർക്ക്. ഇപ്പോൾ എൻ്റെ മോൾ ഉൾപ്പെടെയൊക്കെ പഠിക്കുന്നുണ്ട്. ഹോംവർക്ക് ചെയ്യണമെങ്കിൽ ആദ്യമേ വേണ്ടിയത് എന്താണ്? മൊബൈലാണ്. മൊബൈലിൽ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ റീൽസോ അല്ലെങ്കിൽ ബോയ്സ് ആണെങ്കിൽ ഗെയിംസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവുള്ള ഒരു ലോകത്തിലാണ്. അവിടെ സ്പോർട്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് സ്പോർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടീച്ചർമാരെ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിൽ ഞങ്ങളുടെ സമയത്തൊന്നും മൊബൈലില്ല, ഇന്റർനെറ്റ് ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിച്ചു. ബോംബെ, അവിടെ ബോംബെയുടെ പ്രദേശത്തായിരുന്നു. അന്ന് ഞങ്ങൾക്കൊന്നും നിങ്ങളെ പോലെയുള്ള നല്ല അടിപൊളി CBSE സ്കൂളൊന്നുമില്ല. സ്റ്റേറ്റ് സിലബസ് മാത്രം പഠിക്കാനുള്ള ഭാഗ്യമാണ്. എന്നാൽ അന്നത്തെ ഒരു വലിയൊരു പ്രത്യേകത, വി ഹാഡ് ഇനഫ് ടൈം ഫോർ സ്പോർട്സ്. രാവിലെ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ സ്കൂളിൽ രാവിലെയായിരുന്നു 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണിയായിരുന്നു. 7 മണിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6:30 ആകുമ്പോഴേ സ്കൂളിൽ ചെല്ലും.